തൃശൂർ ജില്ലയിലും പരക്കെ മഴ. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ ഉൾപ്പെടെ വെള്ളം കയറി. തൃശൂരിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം വിളിച്ച് ജില്ലാ കളക്ടർ VR കൃഷ്ണ തേജ. മഴക്കാല മുന്നൊരുക്കങ്ങളിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. വെള്ളക്കെട്ടിൽ മേയർക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ഹോസ്പിറ്റലും 2 അപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടർഗ്രൗണ്ടും 3 വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എല്ലാ ഇൻസിഡൻറ്റിൻ്റെ കാരണം ഞാൻ ചോദിക്കാൻ വേണ്ടിയാണ് കോർപ്പറേഷൻ സെക്രട്ടറിനും ഇന്ന് 11:30 ഞാൻ വിളിച്ചത്. ഇറിഗേഷൻ്റെ കനാൽസും LSGDയും അവരുടെ പരിധിയിലുള്ള കനാൽസും ക്ലീൻ ചെയ്യുന്നതാണ്. ഓക്കെ, ജില്ലാ ഭരണകൂടമാണ് തീർച്ചയായിട്ടും മുനക്കൽ ബണ്ടിൻ്റെ റെഗുലേഷനും ഏനമാക്കലും അതെല്ലാം നോക്കുന്നത്. അത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അവരുടെ പരിധിയിലുള്ള ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നല്ല മഴയാണ് ഉള്ളത്. പ്രതീക്ഷിക്കുന്ന കാലം കൂടുതൽ മഴയാണ് വന്നത്. അതിൻ്റെ കാരണം ലോ പ്രഷർ സോണാണ്. ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം വരെയും ആ മഴ ഉണ്ടാകുമെന്ന് പറയുന്നു. ഫെബ്രുവരി മാസത്തിൽ തന്നെ കോൺഗ്രസ് പ്രതിപക്ഷം മേയർക്ക് കത്ത് കൊടുത്തിരുന്നു. ഇവിടെ മെയ് ജൂൺ മാസങ്ങളിൽ മഴ വരുമെന്നും അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ കാനങ്ങളും ക്ലീൻ ചെയ്യണമെന്ന് രേഖാപ്രകാരം കത്ത് കൊടുത്തിരുന്നു. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വരുന്നത് കൊണ്ട് തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കണമെന്നും കത്ത് കൊടുത്തിരുന്നു. 200-ൽ പരം ഫയലുകളിലായിട്ട് 3 കോടി രൂപയുടെ തോട് ക്ലീനിങ് പ്രവർത്തികളാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഈ സമയത്ത് പോലും ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. തൃശ്ശൂർ പട്ടണത്തിലെ ഒരു കാനങ്ങളിലെയും മണ്ണ് നീക്കിയിട്ടില്ല. ഒരു കാനങ്ങളിലെ വലിയ കാനങ്ങളിലെയും ചെറിയ കാനങ്ങളിലെയും മണ്ണ് നീക്കിയിട്ടില്ല. ഇവിടുത്തെ മേയർ മാത്രമല്ല, ഇവിടുത്തെ CPMൻ്റെ നേതാവ് PK ഷാജനാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹത്തിന് ഇതൊന്നും അന്വേഷിക്കാൻ നേരില്ല. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, വലിയ അനാസ്ഥ ഉണ്ടായി എന്നാണല്ലോ പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തൊക്കെ വീഴ്ചയുണ്ടായി എന്നാണ് അവർ പറയുന്നത്? വേണു, ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നലെ രാത്രി തൃശ്ശൂരിൽ അരങ്ങേറിയത്. 7 മണിക്കാണ് തൃശ്ശൂരിൽ മഴ തുടങ്ങുന്നത്. അതിനുശേഷം പൊടുന്നനെ ഈ നഗരത്തിലെ ഇടറോഡുകളിലടക്കം വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഈ പല വീടുകളിലേക്കും അതുപോലെ തന്നെ അശ്വിനി ആശുപത്രി 2 ഫ്ളാറ്റുകൾ അടക്കം ഈ വെള്ളം കയറുന്ന സാഹചര്യത്തിലേക്ക് പോയത്. 3 കോടി രൂപയുടെ നാശനഷ്ടമാണ് അശ്വിനി ആശുപത്രിയിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. മറ്റിടങ്ങളിൽ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ നാശനഷ്ടങ്ങളുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം ഇപ്പോൾ ഈ മേയർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തൃശ്ശൂരിലെ ഓടകൾ കാനകൾ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതിന്റെ ടെൻഡർ നടപടികൾ പോലും ആരംഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേ തുടർന്നാണ് ഇന്നലെ ഈ റോഡുകളിലെല്ലാം തന്നെ വലിയ വെള്ളക്കെട്ടിലേക്ക് പോയതെന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ ഈ അശ്വിനി ആശുപത്രിക്ക് മുന്നിലെ PWDയുടെയും അതുപോലെ കോർപ്പറേഷന്റെയും എല്ലാം ഓവുചാലുകളിലൂടെ വെള്ളം പോകാതെയാണ് ഈ ആശുപത്രിക്കകത്തേക്കെല്ലാം മുട്ടറ്റം വെള്ളം ഇരച്ചു കയറിയത്. ഇത് ഈ പ്രതിപക്ഷത്തിന്റെ വാദമെല്ലാം ശരിവെക്കുന്ന തരത്തിലാണുള്ളത്. എന്തായാലും വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷനെതിരെ ഉയരുന്നു. അതേസമയം ജില്ലാ ഭരണകൂടത്തിന്റെ തലവനായിട്ടുള്ള കളക്ടർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് 11:30 അടിയന്തര യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. വേണു, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.